നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 10ാമത്തെ കഥ. രാമന് ഈശ്വരഭക്തി കുറവാണ്. അതായിരുന്നു കൃഷ്ണദേവരായരുടെ അഭിപ്രായം. കൃഷ്ണ, രാമ, ഗോവിന്ദ എന്നൊക്കെ മറ്റുള്ളവർ ഉച്ചരിക്കാറുണ്ട്. അത് ചക്രവർത്തി കേൾക്കാറുമുണ്ട്. എന്നാൽ രാമൻ ഈശ്വരനാമം ഉരുവിടാറേയില്ല. ചക്രവർത്തിക്ക് പ്രിയപ്പെട്ട ഒരു തത്ത ഉണ്ടായിരുന്നു. സ്വർണ്ണക്കൂട്ടിലാണ് ആ തത്തയെ പാർപ്പിച്ചിരുന്നത്. അദ്ദേഹം ആ പക്ഷിയെ ഈശ്വരനാമം ജപിക്കാൻ പഠിപ്പിച്ചിരുന്നു. ചക്രവർത്തി ആവശ്യപ്പെടുമ്പോഴൊക്കെ അത് രാമ, കൃഷ്ണ എന്നൊക്കെ പറയും. രാമ, നിങ്ങൾക്ക് ഭക്തി എന്നൊന്നില്ല, എൻ്റെ തത്തയെ കണ്ടുപഠിക്കൂ, ഒരു ദിവസം ചക്രവർത്തി പറഞ്ഞു. തിരുമേനി, ഞാൻ സത്യം പറയുന്നതിൽ പരിഭവിക്കരുത്. അങ്ങ് ഈ തത്തയ്ക്ക് പാലും പഴവും മറ്റും കൊടുക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടിയാണ് തത്ത ഈശ്വരനാമങ്ങൾ ഉരുവിടുന്നത്, അല്ലാതെ യഥാർത്ഥമായ ഭക്തി ഉണ്ടായതുകൊണ്ടല്ല. രാമൻ തൻ്റെ അഭിപ്രായം പ്രകടമാക്കി. ചക്രവർത്തിക്ക് അത് ശരിയല്ലെന്ന് തോന്നി. എന്തു വന്നാലും ശരി, തൻ്റെ തത്ത അന്യഥാ പെരുമാറുകയില്ല, അദ്ദേഹം തീർത്തു പറഞ്ഞു. രാമൻ തർക്കിക്കാനൊന്നും നിൽക്കാതെ വിടവാങ്ങി. അയാൾ അടുത്ത ദിവസം വീണ്ടും ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരായി. 2 അറകളുള്ള ഒരു കൂടും ഉണ്ടായിരുന്നു അയാളുടെ പക്കൽ. ഒരു അറയിൽ ഒരു പൂച്ചയെ പിടിച്ച് അടച്ചിരുന്നു. എന്തിനാണ് ഈ പൂച്ചയും കൂടും? ചക്രവർത്തി മനസ്സിലാവാതെ ചോദിച്ചു. ഇപ്പോൾ കാണിച്ചു തരാം, രാമൻ ഉത്തരം നൽകി. അയാൾ തത്തയെ അതിൻ്റെ കൂട്ടിൽ നിന്ന് എടുത്തു. അതിനെ 2 അറകളുള്ള കൂട്ടിൽ പൂച്ച ഇല്ലാത്ത അറയിൽ അടച്ചു. പൂച്ചയെ കണ്ട തത്തയുടെ ഭയം ഊഹിക്കാമല്ലോ. ആ പക്ഷി ചിറകടിച്ച് കൂട് ഭേദിക്കാൻ നോക്കി. ഭയം സൂചിപ്പിക്കുന്ന എന്തൊക്കെയോ ശബ്ദങ്ങൾ. ചക്രവർത്തി തത്തയോട് ആവശ്യപ്പെട്ടു. രാമ എന്ന് പറയൂ. തത്ത അനുസരിച്ചില്ല. ഓരോരോ ഈശ്വരനാമം ഉച്ചരിക്കാൻ കൽപ്പിച്ചു ചക്രവർത്തി. തത്തയ്ക്ക് അതിനുണ്ടോ അവസരം? പാവപ്പെട്ട പക്ഷി ഭയന്ന് വിറച്ചുകൊണ്ടിരുന്നു. തോൽവി സമ്മതിക്കാതെ ചക്രവർത്തിക്ക് തരമുണ്ടായില്ല. രാമ, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് പരമാർത്ഥം. പക്ഷികൾ ഭക്ഷണത്തിനു വേണ്ടി ഭക്തി ഭാവിക്കുന്നു, ചില മനുഷ്യരും. നന്ദി.